இப்ப நம்ம சில விஷயங்கள் சொல்லக்கூட கூச்சப்படுவோம், வெட்கப்படுவோம். நம்மளால சொல்லக்கூட முடியாத சில விஷயங்கள் இருக்கும். அதை விட கொடுமை, அப்பாவ வந்து மகளோட படுக்க வைக்கிறது. വീരപ്പൻ വേട്ടയുടെ മറവിൽ പോലീസ് ആ പ്രദേശത്തെ ജനങ്ങളോട് കാണിച്ച സമാനതകളില്ലാത്ത പീഡനങ്ങളെപ്പറ്റി വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു. മികച്ച സ്വീകാര്യത ലഭിച്ച ആ വീഡിയോ കണ്ടവരിൽ നിന്നും ആ സംഭവങ്ങളെക്കുറിച്ചുള്ള നിരവധി സംശയങ്ങളും ചോദ്യങ്ങളുമെല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ന്യായമായ ആ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയായും അതിൽ പറഞ്ഞിട്ടുള്ള ചില വിവരങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് അതിഭാവുകത്വം കലർത്തി അവതരിപ്പിച്ചതായിട്ട് ചിലരെങ്കിലും പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളുടെ ഒരു 25% മാത്രമാണ് ഞങ്ങൾ ആ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. സത്യത്തിൽ അവിടെ അരങ്ങേറിയ പീഡനങ്ങൾ അതിലും എത്രയോ അധികമാണ്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭീകരവും മ്ലേച്ഛവുമായ കാര്യങ്ങൾ ആയതിനാലാണ് മുഴുവനുമായി പറയാൻ കഴിയാതിരുന്നത്. പ്രത്യേകിച്ചും അത്തരം ഭീകര ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണെന്നുള്ളതും ഒരു കാരണമാണ്. கரண்ட்டு விடுறதும், மிளகாப்பொடி தடவுறது, சுடுதண்ணியை கொதிக்கிற தண்ணியை மேலே ஊற்றுறது, அதை விட கொடுமை அப்பாவை வந்து மகளோட படுக்க வைக்கிறது, மகளை அண்ணனோட, இப்படி இந்த வக்கரம் வந்து. இப்ப நம்ம சில விஷயங்கள் சொல்லக்கூட கூச்சப்படுவோம், வெட்கப்படுவோம். நம்மளால சொல்லக்கூட முடியாத சில விஷயங்கள் இருக்கும். அப்படி ஒரு மனசாட்சியே இல்லாம ஒரு அப்பாவையும் மகளையும் உடலுறவு செய்ய வச்சு இப்படியான விஷயங்கள் இருக்கு இல்லையா? இது இந்த மாதிரியான கொடூரங்கள் கேள்வியே பட்டது கிடையாது. ഇതൊക്കെ കൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം എന്ന് ആ സംഭവങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടത്. എന്നിട്ടും എന്തുകൊണ്ട് ആ ക്രൂരതകൾ അരങ്ങേറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കപ്പെട്ടില്ല എന്നത് ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ സമയത്ത് ഇരു സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന സർക്കാരുകളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് പോലീസ് ഈ കൃത്യങ്ങളെല്ലാം അരങ്ങേറിയത്. അങ്ങനെയിരിക്കെ ഒരു നിയമ നടപടി ഉണ്ടായാൽ അത് ആദ്യം ബാധിക്കുന്നത് ആ സർക്കാരുകളെ തന്നെയായിരിക്കും, പിന്നെ സംസ്ഥാന പോലീസ് സേനകളെയും. അത് ആ സംസ്ഥാനങ്ങളുടെ മൊത്തം പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കും എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം സർക്കാർ അതിനുള്ള സാധ്യതകൾ എല്ലാം അടച്ചത്. ഇതേ കാരണം കൊണ്ടുതന്നെയായിരിക്കാം മാറിവന്ന സർക്കാരുകളും അതിന് ശ്രമിക്കാതിരുന്നത്. ഈ സംഭവങ്ങളെല്ലാം പുറം ലോകത്തെത്തിക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയുമെല്ലാം നിരവധി കള്ളക്കേസുകളിൽ കുടുക്കി അവരുടെ വാ അടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നക്കീരൻ പത്രാധിപൻ ഗോപാലിനെ. വീരപ്പൻ വേട്ടയുടെ പേരിൽ സാധാരണ ജനങ്ങളുടെ മേൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തത് നക്കീരൻ എന്ന പ്രസിദ്ധീകരണമായിരുന്നു. ആ കാരണത്താൽ നക്കീരൻ ഗോപാൽ നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും അതുമൂലം മാസങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പലപ്പോഴായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ആ സംസ്ഥാന സർക്കാരുകളെ എതിർത്തുകൊണ്ട് ഈ സംഭവങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മറ്റാരും ധൈര്യപ്പെട്ടതുമില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ആ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ആ സംസ്ഥാനങ്ങൾക്ക് പുറത്തേക്ക് എത്താതിരുന്നത്. നമ്മുടെ തൊട്ടയൽപക്കത്ത് ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടും അതിനെപ്പറ്റി അധികമാരും അറിയാതിരുന്നതിൻ്റെ കാരണവും അതാണ്. പിന്നെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയുടെ അഭാവവും ഒരു കാരണമായി പറയാവുന്നതാണ്. സംഭവിച്ചതെല്ലാം വീരപ്പൻ കാരണം നടന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് നിസ്സാരവൽക്കരിച്ച് കാണുകയും ചെയ്തു. നക്കീരൻ ഗോപാലിൻ്റെ മകൾ വീരപ്പനെക്കുറിച്ച് നിർമ്മിച്ച കൂസെ മുനിസ്വാമി വീരപ്പൻ എന്ന ഡോക്യുമെൻ്ററി 2023 C5 എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുകയുണ്ടായി. വളരെയധികം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ആ ഡോക്യുമെൻ്ററിയുടെ വരവോടെയാണ് വീരപ്പനെക്കുറിച്ചുള്ള ചർച്ചകൾ തമിഴകം മുഴുവനും വീണ്ടും സജീവമാവാൻ തുടങ്ങിയത്. അതുവരെ വീരപ്പനെക്കുറിച്ച് പോലീസ് പറഞ്ഞ കഥകളായിരുന്നു എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായി വീരപ്പൻ തന്നെക്കുറിച്ച് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതായിരുന്നു മേൽപ്പറഞ്ഞ ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകത. അതുതന്നെയായിരുന്നു അതിന് അത്രയും സ്വീകാര്യത ലഭിക്കാനുള്ള കാരണവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത സത്യമംഗലം പ്രദേശത്തെ ആളുകൾക്ക് പോലീസിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തന്നെ ആ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നടന്ന സംഭവങ്ങളുടെയെല്ലാം ഏറെക്കുറെ വ്യക്തമായ ഒരു ചിത്രം അവതരിപ്പിക്കാൻ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പീഡനങ്ങൾക്ക് വിധേയരായ നിരവധി ആളുകളുടെ നേരിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലുകളും ആ സംഭവങ്ങളുടെ പുനരാവിഷ്കരണവുമെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആ സമയത്തെ സാഹചര്യങ്ങൾ എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ വിവരങ്ങളെല്ലാം തന്നെ തമിഴകത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. പോലീസിന്റെ ക്രൂരപീഡനങ്ങൾക്കിരയായ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായധനമോ പുനരധിവാസമോ നൽകാൻ ആ സംസ്ഥാന സർക്കാരുകൾ താൽപ്പര്യം കാണിച്ചില്ലെങ്കിലും ഇരയായ ആളുകളിൽ കുറച്ചുപേർക്കെങ്കിലും വീരപ്പൻ സ്വന്തം നിലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് ധാരാളം ആളുകൾ പോലീസിൽ നിന്നും രക്ഷ തേടി കാട്ടിൽ വീരപ്പൻ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. വീരപ്പന് പോലീസിന് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തേണ്ടി വന്നതും തൻ്റെ പേരിൽ പോലീസ് പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ചതുകൊണ്ടാണ് എന്ന് വീരപ്പൻ തന്നെ പറയുന്നു. കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനു സമാനമായ സംഭവങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയും ധാരാളം ആളുകൾ അത്തരം സംഭവങ്ങളാൽ നിരന്തരം ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്.